ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട് ഗൈസ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസം മുതലുള്ള പെരുന്നാളിൻ്റെ അന്നത്തെ വരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചധികമായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് റമദാന് കുറച്ച് ദിവസമൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസ് ഇട്ട് നിർത്തിയതാട്ടോ. മോൻ്റെ എക്സാമും പിന്നെ റമദാനൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളാവും. വീഡിയോസ് എടുക്കലും അതുപോലെ എഡിറ്റിങ്ങും ഒക്കെ പാടായിട്ട് ഭയങ്കര തിരക്കാവും. അപ്പോൾ അത് കാരണം ഞാൻ റമദാൻ്റെ വീഡിയോസ് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം ഫോൺ കൊണ്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും റമദാന് വേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ റമദാൻ 29-ാം തീയതി നോമ്പൊക്കെ അറിഞ്ഞ ശേഷം നമ്മൾ ചെറിയ പെരുന്നാൾ നാളെ എന്ന് അറിഞ്ഞ ശേഷം പിന്നെ ഞാൻ പെട്ടെന്ന് ഡേ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഈ മാസം 31-ാം തീയതി ഒരു എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. രാത്രി റമദാൻ 29-ാം തീയതി രാത്രി കേട്ടോ, ഒരു 12 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു 12 മണിയൊക്കെ ആയപ്പോഴട്ടോ ചിക്കൻ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നത്. കടയിൽ നല്ല തിരക്കാണ് പറഞ്ഞിട്ട് 12 മണിയൊക്കെ ആയപ്പോഴാണ് ചിക്കൻ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കനൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കേട്ടോ. അതുപോലെ രാവിലെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനൊക്കെ ശേഷം ഞാനൊരു 3:30 ആയിട്ടോ ഞാൻ പോയി കിടന്നപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സുകളൊക്കെ. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് പണികളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് വേഗം പോയിട്ട് ഒരു 3:30 ആയിട്ടുണ്ടാകും കേട്ടോ ഞാൻ പോയി കിടന്നപ്പോൾ. അപ്പോഴേക്കും മക്കളൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മോള് കുറച്ച് മുന്നേറ്റാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. മോനൊരു 11 മണിയൊക്കെ ആയപ്പോൾ പോയി കിടന്നു. മോള് എൻ്റെ കൂടെ ഇരുന്നു കേട്ടോ. കുറച്ച് മുന്നേ ഞാൻ അവളെ കൊണ്ടുപോയി ഉറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. വലിയ കാര്യമായിട്ട് ഇടാനൊന്നും അറിയില്ല, ചെറിയ എന്തെങ്കിലും സിമ്പിൾ ഇൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്. മോൾക്ക് മൈലാഞ്ചിയൊക്കെ രാത്രി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് നേരം വഴുകിയത്. അപ്പോൾ അവൾക്ക് ഇട്ട് കൊടുത്തോടെ അവൾ വേഗം തന്നെ ഊരിയൊക്കെ കളഞ്ഞു. എന്നിട്ട് ഞാൻ ലേശം എണ്ണയൊക്കെ പുരട്ടിയിട്ടാട്ടോ അവളെ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ 3:45 ആയിട്ടോ ഞാൻ വന്ന് റൂമിലേക്ക് കയറിയപ്പോൾ. അപ്പോൾ പിൻട്രസ്റ്റിൽ മൈലാഞ്ചി ഡിസൈൻ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഡിസൈൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയൊരു ഡിസൈൻ, എന്നോട് പറ്റുന്ന ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇടാമെന്ന് വിചാരിച്ചിട്ടോ, ഒരു കൈയിൻ്റെ ബാക്ക് സൈഡിൽ ഇത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതങ്ങനെ ഞാൻ മൈലാഞ്ചി ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ മെഹന്തി ആർട്ടിസ്റ്റൊന്നുമല്ല നമ്മൾ, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കുത്തിയറിഞ്ഞിടും. അപ്പോൾ ഞാനിതാ മൈലാഞ്ചി ഇടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇതാ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് കേസ്, അടിപൊളിയായിട്ടുണ്ടോ? അപ്പോൾ ഞാനിതാ മൈലാഞ്ചി ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഉള്ളിലും ചെറുതായിട്ടൊക്കെ അങ്ങനെ ഓരോ മൈലാഞ്ചി വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 4:02 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വേഗം പോയിട്ട് കിടന്നുറങ്ങിട്ടോ. എന്നിട്ട് രാവിലെ ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിലത്തെ മൈലാഞ്ചിയൊക്കെ ഇതാ റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. നല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ കിച്ചണിലോട്ട് പോയപ്പോൾ ഉമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ എഴുന്നേറ്റിട്ട് ഇതാ പത്തിരിപ്പണിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാവ് കുഴച്ച് പരത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം ചൂടാൻ വേണ്ടി നിന്നു. ഉമ്മയുടെ പരത്തുന്നുണ്ടപ്പോൾ പിന്നെ ഞാൻ വേഗം ചൂടാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾ നിൽക്കുമ്പോൾ പണികളൊക്കെ ഒന്ന് ഒരുക്കി വെക്കണം. രാവിലെ ഒരു 8 മണിക്ക് നമുക്ക് പണികൾ ഒരുക്കണമെന്ന് വിചാരിച്ചിട്ടോ. രാത്രി ഞാൻ ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പത്തിരിയൊക്കെ ഞാൻ വേഗം ചുട്ടുകൊണ്ടിരിക്കട്ടെ. എന്നിട്ട് ഞാൻ പിന്നെ വേഗം ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിത് പത്തിരിയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ കറി വെക്കണം. ഞാൻ തേങ്ങ അരച്ചിട്ടാട്ടോ കറി വെക്കുന്നത്, ഞാനല്ല ഉമ്മയാണ് വെക്കുന്നത്. അപ്പോൾ ഉമ്മ അവിടെ ചിക്കൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു. രാത്രി മൈലാഞ്ചി ഇട്ടിട്ട് അതിൻ്റെ മൈലാഞ്ചിയൊക്കെ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് തേച്ചിട്ട് നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാളിലൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് അടിച്ച് വാരി എടുത്താലാണ് തുടക്കുമ്പോൾ നീറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് അടിച്ച് വരാം കേട്ടോ. ഒരു 5:45 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടിച്ച് വാരി കഴിഞ്ഞാൽ നമുക്ക് ഇമ്മതാ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നലെ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അവിടെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഉമ്മ അതിലോട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് അത് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ ഉമ്മ റെഡിയാക്കട്ടെ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികൾ നോക്കട്ടെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാഷ് ബേസൊക്കെ ഒന്ന് കഴുകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് തുടക്കാൻ വേണ്ടി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. കുട്ടികളൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവർ എഴുന്നേൽക്കുന്ന മുമ്പ് തന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ കഴിയണമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ ഒരുവിധം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി മുറ്റടിച്ച് വരാണ്ട് അതിന് മുന്നേ നമുക്ക് ഉള്ളൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. തുടച്ചെടുത്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ.
അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതുപോലെ പത്തിരിയും കോഴിക്കറിയും എല്ലാം ആയിട്ടുണ്ട്. പിന്നെ പായസം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പായസം വെക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് പെരുന്നാൾ മാത്രമല്ല, ഞങ്ങൾക്ക് ചെറിയൊരു വിശേഷം കൂടി ഉണ്ട്. ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മുടെ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് വേണം കേട്ടോ മോനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ. മോനെ എഴുന്നേറ്റിട്ടില്ല. അവനെ എഴുന്നേൽപ്പിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഒരുവിധം നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മോനെ എഴുന്നേൽപ്പിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അവന് എഴുന്നേറ്റ് റെഡിയാകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവന് ഡെയിലി വെയർ ആയിട്ട് മേടിച്ചിട്ടുള്ള കേട്ടോ ഈ സെറ്റ്. അപ്പോൾ ഇനി വേറൊരു ഡ്രസ്സും കൂടി ഉണ്ട്. അത് ഞാൻ ഉച്ചയ്ക്ക് ഒരു പരിപാടി ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച ശേഷം മക്കൾക്കൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരെ ഉള്ളിലോട്ട് കയറിയത് കേട്ടോ. അപ്പോൾ ഞാനൊരു പരിപാടി കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മോളുടെ ബർത്ത്ഡേ കേട്ടോ. മോളുടെ മാർച്ച് 18-നാണ് ബർത്ത്ഡേ. അപ്പോൾ അന്ന് നോമ്പായതുകൊണ്ട് പെരുന്നാൾക്ക് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇന്നാട്ടോ മോളുടെ ബർത്ത്ഡേ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് പെരുന്നാളും അതിൻ്റെ കൂടെ മോളുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് മുബാറക്ക്. കുറച്ച് ലേറ്റായി പോയി, എന്നാലും എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക്ക്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങൊക്കെയാണ് ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ അക്കാൻ്റെ ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 12 മണി 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഓർഡർ ചെയ്തത് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് എത്തിയിട്ട് വേണം. അതുപോലെ ഫുഡ് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ദം ബിരിയാണി അല്ല, ചോറ് വേറെ മസാല വേറെ ആയിട്ടോ ഞങ്ങൾ എപ്പോഴും ഓർഡർ ചെയ്യാറ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോറും ഇറച്ചിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കേക്കും കൂടി വരാണ്ട് കേട്ടോ. കേക്ക് എത്തിയിട്ടില്ല. കേക്ക് എത്തിയിട്ട് വേണം. അതുപോലെ തന്നെ ഫാമിലി എത്തിയിട്ടില്ല. അവരൊക്കെ വന്നിട്ട് വേണം കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ അതാ അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ കൊടുക്കണം. അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ കേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ മേടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് സെറ്റ് ചെയ്യണം. അതിന് മുന്നേ ഞാൻ അവർക്ക് എല്ലാവർക്കും ജ്യൂസൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ജ്യൂസ് കലക്കിയതൊക്കെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ വേഗം പോയിട്ട് കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ കേക്കൊക്കെ നേരെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളത് കട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നുള്ളൊരു പരാക്രമം കേട്ടോ. ഞാൻ കട്ട് ചെയ്യും, അവൻ കട്ട് ചെയ്യും, അവൾ കട്ട് ചെയ്യും, മറ്റുള്ള പരാക്രമമാണ്. അങ്ങനെ ഞങ്ങളിതാ കേക്ക് കട്ട് ചെയ്യാൻ പോകാം കേട്ടോ. ഞാനും മോനും ഒരുമിച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫോട്ടോയും പിന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ പറ്റുമെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. എപ്പോഴത്തെ പോലെ ഞാനും മോളും എന്നിട്ട് കേക്ക് കട്ട് ചെയ്യണത് എപ്പോഴും ഞങ്ങളുടെ വിഷമമാണ്. എപ്പോഴും ഞങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ ടൈമിൽ എപ്പോഴും ഗൾഫിലായിരിക്കും കേട്ടോ. ഇപ്രാവശ്യം അതുപോലെ തന്നെ എല്ലാ വർഷത്തെ പോലെ ഗൾഫിലാണ്. ഇതുവരെ ഞങ്ങൾ മക്കളുടെ ബർത്ത്ഡേക്ക് നാട്ടിലുണ്ടായിട്ടില്ല. അതുപോലെ ഞങ്ങളുടെ ആനിവേഴ്സറിക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഒറ്റ കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തെ ഏതൊരു ആനിവേഴ്സറിക്ക് മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാനും കുട്ടികളും മാത്രം കേട്ടോ ആഘോഷിക്കാറ്. അങ്ങനെ അതാ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞു. എന്നിട്ട് എല്ലാവർക്കും പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തു കേട്ടോ. ഞാനും മോനൊക്കെ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഫുഡൊക്കെ ടേബിളിൽ കൊടുത്തിട്ട് സെർവ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും അവർ വീട്ടിലോട്ട് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി. പിന്നെ ബാക്കി വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.